ിലേക്കൂടെ അവർ കടക്കും. നന്ദി സഹിന വിവരങ്ങൾക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വധശ്രമ കേസിൽ അറസ്റ്റിലായ തിരുവനന്തപുരം BJP കൗൺസിലർ R. സുഗതനെ പൂജപ്പുര ജയിലിലാക്കി. സംഘർഷാന്തരീക്ഷത്തിൽ ആകാശത്തേക്ക് വെടിവെച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. ആ ദൃശ്യങ്ങൾ പോലീസ് മർദ്ദിച്ചെന്നും താൻ ജനങ്ങൾ ജയിപ്പിച്ച പ്രതിനിധി ആണ് എന്നുമായിരുന്നു അറസ്റ്റിലായപ്പോഴുള്ള സുഗതന്റെ പ്രതികരണം. വീട്ടിൽ കയറി അറസ്റ്റ്. എൻ്റെ ഭാര്യ എൻ്റെ മൈനറായിട്ട് കൊച്ചിനെ ചൗക്കുറ്റി അടിച്ചിട്ട് ഇവർ വെടിവെച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്തത്. ഇത്രയും പ്രതികൾ ഇവിടെ കാപ്പ കേസിൽ എത്ര പ്രതികൾ അറസ്റ്റ് കിടക്കുമ്പോഴും ഇവർ ഓരോ ദിവസം അടിയില്ല. ആ പോലീസ് മുഴുവൻ ആക്രമിക്കുക. എൻ്റെ ഭാര്യ ഉൾപ്പെടെ എൻ്റെ കൊച്ചിനെ ഉൾപ്പെടെ മൈനറായിട്ട് കൊച്ചിനെ ഉൾപ്പെടെ ആക്രമിച്ചു. പോലീസ് വീട്ടിൽ കയറി തന്നെയും മക്കളെയും മർദ്ദിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നും സുഗതന്റെ ഭാര്യ അശ്വതിയും ആരോപിച്ചു. ഒരു പ്രകോപനവും ഇല്ലാതെ കയറി വരുമായിരുന്നു. എനിക്ക് എൻ്റെ 14 വയസ്സും 8 വയസ്സുമായ മക്കളുടെ മുമ്പിൽ വെച്ച് തള്ളി കയറിയിട്ട് വന്നിട്ട് ഉപദ്രവിക്കുമായിരുന്നു. വീട്ടിൻ്റെ അകത്ത് കയറി ഉപദ്രവിക്കുമായിരുന്നു. എൻ്റെ താലിമാല വലിച്ചു പൊട്ടിച്ച് കൊണ്ടുപോയി. അവർ തിരികെ തന്നിട്ടില്ല സാധനം. എൻ്റെ ഇവിടെ അടിച്ചു. ചവിട്ടി മുതുകിൽ ചവിട്ടിയ പാടുകളുണ്ട്. ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് അവർ വീട്ടിൽ അതിക്രമിച്ച് കയറിയിരിക്കുന്നത്. പിന്നെ അവർ പിള്ളേരെ പേടിപ്പിക്കുന്ന രീതിയിൽ മുകളിലോട്ട് വെടിവെച്ചിട്ടാണ് ആവശ്യമില്ലാത്ത രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് കയറി വരുമായിരുന്നു. അല്ല, പുറത്ത് വെച്ചിട്ട് വെടിവെച്ചിട്ട് അകത്തോട്ട് കയറി വരുന്നു. അപ്പോൾ പിള്ളേർ പേടിച്ചിട്ടുണ്ട്. ഇല്ല, അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ക്രമസമാധാന പ്രശ്നം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് വെടിയുതിർത്തത് എന്നും കുടുംബത്തിന്റെ ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക് IPS പ്രതികരിച്ചു. പ്രതിയെ പിടിക്കാൻ പോയ സമയത്തിൽ അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നതാണ്, പ്രതിയെ പിടിക്കാൻ പോയ സ്ഥലത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വട്ടിയൂർക്കാവ് ഇൻസ്പെക്ടർ ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് എയറിൽ ഒരു റൗണ്ട് ഫയർ ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. ഡീറ്റെയിൽ റിപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ACP എടുത്തത്. അപ്പോൾ പിന്നെ പ്രതിയെ പിടിക്കുകയും മെഡിക്കൽ നടത്തി പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പോലീസിനെ മർദ്ദിച്ചതിന് സുഗതനടക്കം 4 പേർക്കെതിരെ കേസ് പോലീസ് എടുത്തിട്ടുണ്ട്. കേസിൽ 1-ാം പ്രതിയാണ് സുഗതൻ. ഇന്നലെയാണ് സുഗതനെതിരെ കാപ്പ ചുമത്തിയത്. വിവരങ്ങളുമായി BS അനു ചേരുന്നു. അനു, ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഒന്ന്, ഈ ഒരു ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു കൗൺസിലറാണ് സുഗതൻ എന്നുള്ളതാണ്. രണ്ടാമത്തേത്, 8ഉം 14ഉം വയസ്സുള്ള 2 കുട്ടികളുള്ള ഇടത്തേക്ക് പോലീസ് കടന്നു കയറിയിട്ട് വെടിവെക്കുന്നു എന്നത് ആ സുഗതൻ്റെ ഭാര്യ പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണല്ലോ എന്നൊരു വേവലാതി ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്? ഇയാൾ വലിയ കുഴപ്പക്കാരനാണോ? സതീഷ്, അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ് ഇന്നലെ തിരുവനന്തപുരത്ത് ഉണ്ടായത്. ചരിത്രത്തിൽ ഒരുപക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഒരു കൗൺസിലർ, ജനപ്രതിനിധിയും കാപ്പ കേസിൽ അകത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയും ഈ സംഭവം നടന്ന 11 മണിയോട് കൂടിയാണ് സംഭവം നടക്കുന്നത്. ആ സമയത്ത് മാധ്യമങ്ങൾ അവിടെ എത്തി. അവിടെയും സുഗതനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഏറ്റവും പ്രധാനമായും പറയുന്നത് പോലീസ് അതിക്രമിച്ചു കയറുകയും ഈ കുട്ടികളെയും സുഗതൻ്റെ ഭാര്യ അശ്വതി ഉൾപ്പെടെയുള്ളവരെയും മർദ്ദിച്ചു എന്നവർ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ഉണ്ടായ ദൃശ്യങ്ങൾ, ഏകദേശം 10 മിനിറ്റുള്ള വീഡിയോ ദൃശ്യങ്ങൾ നമുക്കിന്ന് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതിൽ നിന്നും ഈ കുടുംബം ആരോപിക്കുന്ന പോലെ ഈ കുട്ടികളെ മർദ്ദിക്കുന്നതോ അല്ലെങ്കിൽ ഈ കുടുംബത്തെ മർദ്ദിക്കുന്നതോ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. പകരം ഈ അറസ്റ്റിനെ അങ്ങേയറ്റം പ്രതിരോധിക്കാൻ വേണ്ടി സുഗതനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കുടുംബവും ശ്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ സുഗതനെ പിടികൂടുമ്പോൾ അദ്ദേഹത്തിനും ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഷർട്ട് ഇടണം എന്ന് കുടുംബം ആവശ്യപ്പെടുമ്പോൾ കൊണ്ടുവരും, ഞങ്ങൾ ഇടിയിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അതിന് അവസരം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷമാണ് ഈ അത്യന്തം നാടകീയമായ
നാടകീയമായ പ്രശ്നങ്ങളും സംഭവങ്ങളും അവിടെ ഉണ്ടാകുന്നത്. സുഗതന്റെ അറസ്റ്റിനെയും തടഞ്ഞുകൊണ്ട് സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി. നിലവിലിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുതിയൊരു കേസ്, അതായത് 696/2026 എന്ന് പറയുന്ന പുതിയൊരു കേസ് കൂടി വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ 5 പേരാണ് പ്രതികൾ. സുഗതനും സുഗതന്റെ സഹോദരൻ സന്ദീപും കൂടാതെ കണ്ടാലറിയാവുന്ന 3 പേരും ആണ് ഈ കേസിലെ പ്രതികൾ. ഇവർ ഈ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി SHOയെയും സബ് ഇൻസ്പെക്ടറെയും തള്ളിയിട്ടും സബ് ഇൻസ്പെക്ടറെ മതിൽ ചാരി നിർത്തി മർദ്ദിച്ചു എന്നടക്കമുള്ള കുറ്റങ്ങൾ ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ രാവിലെ പറഞ്ഞതുപോലെ ഈ ആകാശത്തേക്ക് വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ BJP നേതാക്കളുടെ പ്രതികരണം കൂടി ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. പക്ഷേ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും തിരുവനന്തപുരം മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലാണുള്ളത്. അവരെ നമ്മൾ രാവിലെ വിളിച്ചിരുന്നു. തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനെ ബന്ധപ്പെട്ടെങ്കിലും 1 മണിക്കൂറിന് ശേഷം നമ്മളെ തിരിച്ച് വിളിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ BJP നേതാക്കൾ നിലവിൽ ഈ കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണത്തിന് വേണ്ടി എത്തുന്നില്ല. പക്ഷേ ഈ സുഗതനെ സംബന്ധിച്ച് അദ്ദേഹത്തിനും നേരത്തെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. നമുക്കറിയാം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികൾ നിർത്തിയ സമയത്ത് തന്നെ കാപ്പ കേസിൽ ഉൾപ്പെട്ടാൻ പോലീസ് ശുപാർശ ചെയ്ത ആൾ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ട വാർത്ത അന്ന് പുറത്ത് വന്നിരുന്നതാണ്. പക്ഷേ അദ്ദേഹം തന്നെ അവിടെ സ്ഥാനാർത്ഥിയാവുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് ഇയാൾക്ക് കാപ്പ ചുമത്താനുള്ള പോലീസിന്റെ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ ശുപാർശയിൽ കളക്ടർ ഉത്തരവിട്ടിട്ടുള്ളത്. അതിനെ തുടർന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതും തുടർന്നാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതും അവിടെ നാടകീയ രംഗങ്ങൾ ഉണ്ടായതും. സനീഷ്, ഇതിപ്പോൾ ഈ സാധാരണഗതിയിൽ പൊതുപ്രവർത്തകർ ഈ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാതെ ജനങ്ങൾക്കിടയിൽ മാന്യമായിട്ട് പെരുമാറുകയും മറ്റും ചെയ്യുന്ന ആളുകളാണല്ലോ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ എന്നൊക്കെ നമ്മൾ അറിയുക. ഇതിപ്പോൾ കാപ്പ കേസിൽ പ്രതിയായിരുന്ന ആളെ തന്നെ BJP അവിടെ മത്സരിപ്പിച്ചു, അയാൾ വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ സാധാരണഗതിയിൽ ഒട്ടും പരിചിതമല്ലാത്ത വിധത്തിൽ ഒരു വീട്ടിൽ കയറിയിട്ട് വെടിവെച്ചിട്ട് പോലീസിനെ അയാളെ കസ്റ്റഡിയിൽ എടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന വിധത്തിൽ സാധാരണത്തിൽ വലിയ ഗുണ്ടകൾ ഒക്കെയാണല്ലോ അങ്ങനെ. കേരളത്തിൽ അങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ്റെ വീട്ടിലൊന്നും കയറിയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട സാഹചര്യം പോലീസിന് ഉണ്ടാകാറില്ല. അപ്പോൾ ഇയാൾ ഒരു കുഴപ്പക്കാരനാണ്, നേരത്തെയും കേസുകളുണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ BJPയുടെ ഒരു ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം എന്താകാനാണ് സാധ്യത? ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അയാളെ പിന്തുണക്കാൻ ആണോ BJP തീരുമാനിക്കുക, അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് പിശകുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലീസിൻ്റെ നടപടികൾക്ക് അനുവാദം നൽകുക, അല്ലെങ്കിൽ അതിനൊപ്പം ചേർന്ന് നിൽക്കുക, നിയമപരമായിട്ട് നേരിടാം എന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയാണോ ചെയ്യുക? സനീഷ്, BJP സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ കൂടി ഇന്നലെ ഈ അറസ്റ്റ് ഉണ്ടായതിനു ശേഷം അവിടെ BJP പ്രവർത്തകർ വട്ടിയൂർക്കാവ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ അവർ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കേതായാലും ഈ കരമന ജയൻ തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് ഒരു പ്രതികരണമാണ് ഇനി അടുത്ത് വരേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ജനപ്രതിനിധി വീട്ടിലേക്ക് കയറി ചെന്ന് ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകാനിടയ സാഹചര്യം എന്താണ് എന്നുള്ളതാണ്. ഇദ്ദേഹം പ്രതിയായ കേസെന്ന് പറയുമ്പോൾ ഈ വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ 3-4 പ്രവർത്തകർ അല്ലെങ്കിൽ ആളുകളെ ഇയാൾ കമ്പി വടികൊണ്ട് അടിക്കുന്നുണ്ട്. ഇതിൽ ഒരാൾ തല പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ക്രിമിനൽ കേസിൽ ഈ വധശ്രമത്തിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ സമാനമായ ചില കേസുകളിൽ സുഗതൻ പ്രതിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടാണ് പോലീസ് നീങ്ങുന്നത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു വിശദീകരണം. നമ്മൾ അല്പസമയത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം കൂടെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ പോയെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇനി അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പൊതു പരിപാടിയുണ്ട്, അവിടെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് കൂടെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. സനീഷ്, ശരി, നന്ദി അനു. വിവരങ്ങൾക്ക് എന്തായാലും ഇന്നലെ അങ്ങേയറ്റം നാടകീയമായ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായത്. ഒരു കൗൺസിലറാണ്, BJPയുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയിലെ കൗൺസിലറാണ് ഈ സുഗതൻ. വലിയ കാപ്പ കേസ് ചുമത്താൻ തക്ക ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് എന്ന് പോലീസ് പറയുന്നു. പക്ഷേ വിജയിച്ച ആളാണ്. അവിടെ വീട്ടിൽ ചെന്നിട്ട് കേസിൻ്റെ ഭാഗമായിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി പോയപ്പോൾ വലിയ കുഴപ്പമുണ്ടാക്കിയതിനെ തുടർന്ന് അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോലീസിന് വെടിവെക്കേണ്ടതായി പോലും വന്നു എന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് എന്തായാലും VS അനു നൽകിയത്. നമുക്ക്